നമസ്കാരം. അടിപിടി കേസിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച യുവാവ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പന്തല്ലൂർ സ്വദേശിയായിട്ടുള്ള മൊയ്തീൻ കുട്ടിയാണ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ആശുപത്രിയിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൊയ്തീൻ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചതാണെന്നാണ് പോലീസിൻ്റെ ആദ്യത്തെ പ്രതികരണം വന്നത്. എന്നാൽ പോലീസ് മർദ്ദിച്ചിരുന്നു എന്നുള്ള വലിയ ആരോപണവുമായിട്ട് ഇപ്പോൾ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുക. ഇതോടുകൂടി ഈ വിഷയത്തിൽ വലിയ ഒരു പ്രതിഷേധം പാണ്ടിക്കാട് പരിസരങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം നടക്കുകയാണ്. നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ മഞ്ചേരി മണ്ണാർക്കാട് റോഡ് ഉപരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രത്യേകത. CPIമാരായിട്ടുള്ള ആൻസ് വിൻസെൻറ്റും ഷംസീർ TP എന്നിവർക്കെതിരെയാണ് നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധം കനത്തതോടുകൂടിയാണ് മജിസ്റ്റീരിയൽ അന്വേഷണം ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആവശ്യം വന്നുവരികയും ഇപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുന്നത് പെരിന്തൽമണ്ണ സബ് കളക്ടറാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള KC ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള വകുപ്പ് തല അന്വേഷണവും ഇതിനോടൊപ്പം തന്നെ നടക്കുകയാണ്. അത്തരത്തിൽ വലിയ അന്വേഷണങ്ങൾക്കൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം അവർക്കില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന പന്തല്ലൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് വേലവരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മൊയ്തീൻ എന്ന് പറയപ്പെടുന്ന മൊയ്തീൻ കുട്ടി അടക്കമുള്ള 7 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതും അവരെ അവിടെ ചോദ്യം ചെയ്തതും. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 4 മണിയോടുകൂടിയായിരുന്നു സ്റ്റേഷനിൽ ഹാജരാക്കിയ മൊയ്തീൻ കുട്ടി 5 മണിയോടുകൂടി കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് എന്നാണ് പോലീസിൻ്റെ വാദം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് താനൂരിൽ വെച്ച് താമ്ര ജിഫ്രി എന്നൊരു ആൾ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. അത് ജനങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ ആ കേസ് ഇപ്പോൾ CBI അന്വേഷിച്ച് വരികയാണ്. താമ്ര ജിഫ്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ്. അപ്പോൾ അങ്ങനെ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്ന മൊയ്തീൻ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത്? പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത്തരത്തിലൊരു മരണം സംഭവിച്ചത്. 4 മണിക്ക് എത്തുന്ന ആൾ 5 മണിക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ബന്ധുക്കളുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനെ മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദനമുറകളുടെ അടിസ്ഥാനത്തിലാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് 2 CPOമാരെ സസ്പെൻഡ് ചെയ്യാൻ ആ വകുപ്പ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്? ഇത്ര പെട്ടെന്ന് എന്ന് വളരെ തിടുക്കപ്പെട്ട് 2 പേരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഈ ശവമഞ്ചവും ചുമന്നുകൊണ്ട് ഇനി പാണ്ടിക്കാടല്ല മണ്ണാർക്കാടല്ല എവിടെയൊക്കെ ഈ പാവങ്ങൾ ഈ ബന്ധുക്കൾ പോകേണ്ടി വരുമെന്നറിയില്ല. ഇനി ഇതൊന്നുമല്ലെങ്കിൽ അവസാനത്തെ നീതിപീഠത്തിൻ്റെ മുമ്പിൽ എത്തുകയും അവിടെ ആ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഇത് കാണിക്കുകയും ആ ശവത്തിന് മുമ്പിൽ കരഞ്ഞ് വിലപിക്കുന്ന ഈ അമ്മമാർക്ക് അവരുടെ നീതി ലഭിക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനുവേണ്ടി അവസാനം നിയമവും നീതിയുമൊക്കെ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായേനെ. പക്ഷേ അതൊന്നും ഇപ്പോൾ സംഭവിക്കാത്തത് പെട്ടെന്ന് തന്നെ 2 CPOമാരെ ഇങ്ങനെ വളരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ആ തിരഞ്ഞെടുപ്പ് മാമാങ്കം നടക്കുന്നുണ്ടാണ് കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ്റെ പോലീസോ അനങ്ങില്ല. കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും മരിച്ചത് എങ്ങനെയാണ് എന്ന് ബന്ധുക്കൾ ചോദിച്ചാൽ പോലും അതിന് മറുപടി പറയാൻ കഴിയാത്ത പോലീസ് സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഉണ്ണാക്കന്മാരായിട്ടുള്ള പോലീസുകാരായതുകൊണ്ടല്ല കേട്ടോ. പോലീസുകാർക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു അവസരം ഉണ്ണാക്കന്മാരായിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരും കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പോലീസിന് പലപ്പോഴും പിടിപ്പുകേടായി കാണേണ്ടി വരുന്നത് അവരുടെ യാത്ര. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 പേരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യുവാൻ കാണിച്ച ഈ ഒരു ആത്മവീര്യമുണ്ടല്ലോ, ആവേശം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലമല്ലായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട ബന്ധുക്കൾ ഈ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ കാല് നക്കേണ്ടി വന്നനെ. ഇന്നെന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ട് വോട്ടിന് വേണ്ടി കാല് നക്കുന്ന രാഷ്ട്രീയക്കാരന്മാർ ഉള്ളതുകൊണ്ടും ഇവർക്ക് ഈ ജനങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടും അവരുടെ വോട്ട് ആവശ്യമുള്ളത് കൊണ്ടും മാത്രം പെട്ടെന്ന് 2 CPOമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ രക്ഷപ്പെടൽ തന്ത്രം രൂപീകരിച്ചിരിക്കുകയാണ് സർക്കാർ. പോലീസിൻ്റെ കയ്യിൽ നിന്നല്ല അബദ്ധം പറ്റിയതെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് 2 CPOമാരെ സസ്പെൻഡ് ചെയ്തതെന്നൊരു ചോദ്യമില്ലേ? ബന്ധുക്കൾ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് 2 പേരെ സസ്പെൻഡ് ചെയ്ത് കളയാൻ കഴിയുന്നതാണോ?
അല്ല. അപ്പോൾ മർദ്ദിച്ചുവെന്ന് ബന്ധുക്കൾ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് അവർ പറയുന്നത് കൃത്യമാണ്. അടിപിടി കേസിൽ ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ടുവന്ന മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ 2 CPIമാർ അടക്കമുള്ളവർ മർദ്ദിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാര്യം സത്യമാണ് എന്ന് തെളിയുകയാണ് ഈ 2 CPIമാരുടെ സസ്പെൻഷനിലൂടെ. അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പും സർക്കാരിൻ്റെ നിലനിൽപ്പും ഭയന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ വളരെ പെട്ടെന്ന് തിടുക്കം കൂട്ടിയെടുക്കുന്ന ഒരു തീരുമാനമാണ് സസ്പെൻഷൻ. മുഖം രക്ഷിക്കുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ്.